ഹായ്. ഞാനാ പറയ ബ്രൈറ്റ് പിന്നെ നിങ്ങളല്ലേ പറയാ. ഓക്കെ ഹായ് ചേച്ചി ഹായ് പറ. നമ്മൾ ബ്രൈഡൽ ഷവറിന്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്രൈഡ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതാ ഇവിടെ ഒരാൾ മുടി ചെയ്യുന്നു, നഖം ചെയ്യുന്നു, എന്തൊക്കെയാണ്. ബാക്കിൽ പിന്നിൽ വേറൊരാൾ ക്യാമറ പിടിക്കുന്നു. അതെ അതെ പോയി പോട്ടെ. നമ്മൾ ബ്രൈഡിന്റെ നെയിൽസ് ചെയ്ത് എനിക്ക് നാണൊക്കെ വരുന്നുണ്ട് ഗൈസ്. വെറുതെ വെറുതെ ഒരു നാണം. അതെ വെറുതെ ഒരു നാണം. നാണം വരുന്ന പോലെയൊക്കെ. ഇവിടെ ഒരാളും കേട്ടോ വരണില്ല. അതെ ക്യാമറയിൽ ബാക്കിൽ വരുന്ന ആളും വരണില്ല. ക്യാമറയുടെ ബാക്കിൽ രണ്ടുപേര് നിൽക്കുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും നല്ലതാണ്. നാണുള്ളവരൊക്കെ മാറി നോട്ടെ. ഞങ്ങളുണ്ട് ഇവിടെ. ഞങ്ങക്ക് പിന്നെ അത് കുറച്ച് എനിക്കും കിട്ടോ നാണം. കല്യാണ പെണ്ണായോണ്ട് അതൊന്നുമില്ല. വെറുതെ അറിയാണ്ടല്ലോ. ക്യൂട്ട് എന്റെ ഡ്രസ്സിന് മാച്ച് ആയിട്ട്, എന്റെ പിങ്കി ഡ്രസ്സിന് മാച്ച് ആയിട്ട് എല്ലാ നെയിൽസും ഉണ്ടോ എനിക്കറിയില്ല. ഞങ്ങൾക്ക് തന്നില്ല ഒരു സാധനം പറിച്ചിട്ട്. പിന്നെ എന്തൊക്കെയാ താഴെ കുറച്ച് കസിൻസും കൂടി ഉണ്ട്. റെഡി ആവാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ ഒരു മണിക്കൂറായിട്ടൊന്നും ആയിട്ടില്ല. ഒരാൾ ഹെയർ ചെയ്യുന്നു, ഒരാൾ നെയിൽ ചെയ്യുന്നു, ഒരാൾ തമ്മിലും ഒക്കെ വലിച്ചു വാരിയിട്ടുണ്ട്. അത് കാണിച്ചിട്ട് ഭയങ്കര മെസ്സി ആയിട്ട് കിടക്കും. നമ്മളുടെ ക്യാമറ ബാക്കിൽ കേട്ടോ. ഞാൻ കാണിച്ചു തരാട്ടോ സ്നേഹനെ. കാണിച്ചു തരും. എപ്പോഴും കാണാം. എപ്പോഴും മെസ്സിയാണ്. പിന്നെ അറിയാലോ ഒരു ഗേൾ ഗ്രൂപ്പ് മെസ്സി ആയിരിക്കും. കൂട്ടത്തിൽ നാണക്കാരി. മെസ്സി ആൻഡ് ബ്യൂട്ടിഫുൾ അങ്ങനെ അറിയപ്പെടാൻ ഇഷ്ടം. ഓഷോ എനിക്ക് വയ്യ അല്ലേ സ്നേഹ. അപ്പൊ ഒരു നെയിൽ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഒരു കൈ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഡ്രസ്സിന് മാച്ച് ആയിട്ട്. നീ കൈ ഓൾറെഡി സെറ്റ്. ബ്രൈഡ് ഇവിടെ ഒരുങ്ങി റെഡി ആയി. കണ്ടോ എന്തും ഞാൻ ചെയ്യാം. ബ്രൈഡ്സ് മെയ്ഡും റെഡി ആയിക്കണു. നോക്കൂ എന്റെ ഒരു ബ്രൈഡ്സ് മെയ്ഡും കണ്ടോ. ഒരാള് ഹെയർ ചെയ്യണു, ഒരാളുടെ റെഡി ആയിട്ടില്ല. ഞാൻ പോയി ലിപ്സ്റ്റിക് ഇട്ടോടെ. ഞാൻ ഇല്ലാതെ ഒന്നും ഇവിടെ നടക്കില്ല. എന്ത് ചെയ്യാൻ? ഞാൻ പോയവരെന്താ ചെയ്യാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഇവിടെ മുന്നോട്ട് പോകും. ഈ പോയി നമുക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടെടുക്കാം. ലിപ്സ്റ്റിക്കാണ് എന്ത് ചെയ്യാനാ, ഞാൻ തന്നെ വേണം. ഒരു 1 hour ആയി. പക്ഷെ കേളൊക്കെ റെഡി ആയിട്ടുണ്ട്. അതാ ഹെയർ സ്പെഷ്യലിസ്റ്റ് ആദിത്യ. അതാ ഹെയർ ചെയ്തോട്ട് സ്പെഷ്യലിസ്റ്റ്. പിന്നെ അവിടെ ഓൾറെഡി കഴിഞ്ഞു. ലിപ്സ്റ്റിക് വരുന്നത് ലിപ്സ്റ്റിക് തപ്പട്ടോ നമ്മള് കൊറേ ഉണ്ട്. ഇത് ആദ്യയുടെ മേക്കപ്പ്. ബ്രൈഡ് ആണ് റെഡി ആവാൻ ടൈം എടുക്കല്. പൊതുവെ അങ്ങനെയാണല്ലോ. പക്ഷെ നോക്കൂ ഞാൻ റെഡി ആയി. ഓടാ ഇതിങ്ങനെ എടുക്കൂട്ട നമ്മള് നിലുട്ട നെയിൽസ് ഇവിടെ കണ്ടോ. പക്ഷെ ഇതിങ്ങനെ എടുക്കുക. വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ കണ്ടോ. എന്നിട്ട് അമ്മേന്റെ കൂടെ കുട്ടി ഹെൽപ്പ് ചെയ്യാൻ വരണട്ടോ. ഇതേപോലെ അല്ല ഞാൻ എവിടേക്കാ നോക്കേണ്ടത് ആദിത്യ? സോറി ഇത്രയും നേരം ഞാൻ അവിടെ നോക്കിയിരുന്നെ. സാരില്ലടാ. കണ്ടോ ഞാനാണ് ബ്രൈഡ്. റെഡി ആയിട്ടുണ്ട്. പൊതുവെ എല്ലാവർക്കും ബ്രൈഡ് അല്ലേ. ഒരു മിനിറ്റ്. പൊതുവെ ബ്രൈഡ് ആണ് റെഡി ആവാ. പൊതുവെ ബ്രൈഡ് ആണ് റെഡി ആവാൻ ടൈം എടുക്കില്ല. പക്ഷെ ഇവിടെ ഇത് നേരെ തിരിച്ചാണ്. ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഒരാൾ മുടി ചെയ്ത് കേൾ ചെയ്ത് കൊടുക്കുന്നു. ഇതാ കേളർ കേൾ ചെയ്ത മുടി. ഒരാളിതാ ഹെയർ ഹെയർ സ്റ്റൈലിസ്റ്റ് ഓൾവേസ് ആദിത്യ. ഹെയർ സ്റ്റൈൽ ചെയ്ത് കൊടുക്കുന്നത് എന്റെ കസിൻ, എന്റെ ചേച്ചി രേഷ്മയ്ക്ക്. പിന്നെ ഓൾറെഡി അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി ലിപ്സ്റ്റിക് ആണ് തപ്പേണ്ടത്. ഇവിടെ ഇതാണ് ആദ്യത്തെ ഹെയർ സ്റ്റൈൽ. കുറെ നേരം പാവം നിന്ന് കേൾ ചെയ്ത് കൊടുക്കണം.
ആ ഒന്ന് ഹായ് പറയൂ. പാവാണ്. ഹായ്. അതുകൊണ്ട് ഇതാണ് എന്റെ അടുത്തൊരു കസിൻ രാഹുൽ ബ്രോ. രാഹുൽ ബ്രോ ആണ് ഇന്ന് ക്യാമറ. എനിക്ക് തോന്നില്ല രാഹുൽ ബ്രോന് കുറച്ച് നാണുണ്ട്. പക്ഷെ രാഹുൽ ബ്രോ ആണ് ഇന്ന് നമ്മുടെ. പക്ഷെ രാഹുൽ ബ്രോ നാണില്ലാത്തൊരു ബ്രോയാണ്. രാഹുൽ ബ്രോ ആണ് നമ്മുടെ വീഡിയോസും പിക്സും ഒക്കെ എടുത്തത്. ഇന്ന് ക്യാമറക്കാരൊന്നുമില്ല, പക്ഷെ ഇതാണ് നിന്റെ ക്യാമറക്കാരൻ. ഇന്ന് എല്ലാ പിക്സും വീഡിയോസും നന്നായിട്ടുണ്ട്. ഞാനും ദാരിദ്ര്യത്തിലാണ്. ഇവിടെ ആ ലിപ്സ്റ്റിക് ആണല്ലേ കഴിക്കാൻ ഭംഗിയുണ്ട്. പക്ഷെ ഇനി കുറച്ചെങ്കിൽ എന്താണോ. ഞാൻ റെഡി ആയിട്ടോ. എന്താ റെഡി ആവാത്തവരൊന്ന് കാണിച്ചു കൊടുക്കും. ഇവിടെ പട്ടിപ്പടിയായിരുന്നു, എന്നിട്ട് റെഡി ആവാത്തവരെ കാണിച്ചു കൊടുക്കുന്നു. ഇവിടെ ഒരാൾക്ക് ലിപ്സ്റ്റിക് ചോദിച്ചു. ഇപ്പൊ നമ്മള് ബ്രൈഡ്സ്മെയ്ഡ്സ് അതുപോലെ ബ്രൈഡ് എല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇറങ്ങാൻ വേണ്ടി അവൾക്ക് ഷൂ ഇട്ട് കൊടുക്കാണ് അമ്മ. അതിന്റെ ഇടയിൽ അവൾ എന്തൊക്കെയോ പറയണൊക്കെ ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞങ്ങള് ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അപ്പൊ അവിടുന്ന് കാണാം. അയ്യോ, അതിന്റെ ഒരു ക്ഷീണം മാറിയിട്ടില്ല. ആടണമെങ്കിൽ ആടാം. അയ്യോ, അതിന്റെ കാര്യം പറയണ്ട. അത് നോൺ ആൽക്കഹോളിക് ആണ്. കുപ്പി കണ്ട മനസ്സിലായില്ല ആൾക്കാർക്ക്. ആണ് കേട്ടോ. നോക്കൂ, ഞങ്ങൾ ആദ്യത്തെ കാതും നോക്കൂ. ബട്ടർഫ്ലൈസ്. എങ്ങോട്ടാണ് ബാസ്കറ്റ് ഒക്കെ ആയിട്ട്? അവിടെ ചെന്നിട്ട് പറയൂ. അതെ, നല്ല ഭംഗിട്ടാന്ന് പിടിച്ചോ. ഇതിവിടെ വെച്ചോ ഭംഗിക്ക്. പറയണ്ട, സെറ്റപ്പാണ്. ലൊക്കേഷനിലെത്തി. ഈ ലൊക്കേഷന് ഒരു പ്രത്യേകത ഉണ്ട്, ഞങ്ങൾക്ക് മാത്രം സത്യം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ. നമുക്ക് 2 ലൊക്കേഷൻസ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ഇതാണ്. ഇത് ബ്രൈഡിന്റെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു വീടാണ്. അവിടെ നിന്നിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. ബ്രൈഡ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കായിരുന്നു അങ്ങനത്തെ ഫോട്ടോസ് വേണം, ഇങ്ങനത്തെ ഫോട്ടോസ് വേണം എന്നൊക്കെ ഉള്ളത്. നമ്മുടെ ക്യാമറാമാൻമാര് 2 ക്യാമറാമാൻമാരുണ്ട്. ഒന്ന് ശ്രീകുട്ടൻ എന്ന് പറയുന്നത് ബ്രൈഡിന്റെ ബ്രദറാണ്. പിന്നെ ഒന്ന് രാഹുൽ എന്ന് പറയുന്നത് ബ്രൈഡിന്റെ കസിനാണ്. ബ്രൈഡ് പറയായിരുന്നു എനിക്കത് വേണം, ഇത് വേണം, ഇത് വേണം അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് സ്ട്രെസ് ഉണ്ട് ആൾക്ക്. വിചാരിച്ച രീതിയിലൊക്കെ കിട്ടുമോ എന്നൊക്കെ ഉള്ള ഒരു സ്ട്രെസ് ഒക്കെ ഉണ്ട്. ആദ്യം ഫോട്ടോസ് അവൾ വിചാരിച്ച രീതിയിൽ കിട്ടാത്തതുകൊണ്ട് അവൾക്ക് ചെറിയ സ്ട്രെസ് ആയി. പിന്നെ ശരിയായി വന്നോണ്ട് അവൾ തന്നെ കാമായി കൂളായി പോസൊക്കെ ചെയ്ത് ഒരുപാട് പോസൊക്കെ ചെയ്ത് പിന്നെ നമ്മളും ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്താ അവിടെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് ഫോട്ടോസ് ഒന്നും വേണ്ടേ, ഞാൻ മാത്രമാണോ ഫോട്ടോസ് എടുക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്ര നേരമായിട്ട് ഞാൻ സംസാരിച്ചില്ല. ഇത്ര നേരമായിട്ടും നമ്മൾ ഓരോരുത്തരാണ് സംസാരിച്ചത്, ഞാൻ സംസാരിച്ചില്ല. ഇനി നമുക്ക് ഓരോരുത്തരടുത്ത് ചോദിക്കാം എന്താണ് ഈ ബ്രൈഡൽ ഷവറിനെ കുറിച്ച് ഓരോരുത്തർ പറയാനുള്ളത്. ബ്രൈഡൽ ഷവർ ആയിട്ട് എന്താണ് കുട്ടികൾ നിങ്ങൾക്ക് പറയുന്നത്? എനിക്ക് കുറേ ഫോട്ടോയും ഇതെടുക്ക. ഇതൊന്നും സിനിമാറ്റിക്കും ഫോട്ടോസ് രാഹുലാണ്. ഇപ്പൊ അത്രേ പറയുള്ളൂ, എല്ലാ ഫോട്ടോസ് വീഡിയോസ് കിട്ടണം. എന്താ പറയാനുള്ളത്? മാത്രം എടുക്കും. എന്താ പറയാനുള്ളത്? ഫുഡ് കഴിക്കണം, ഡിസ്റ്റർബ് ചെയ്യരുത്. ക്യാമറമാൻ പോ. ഈ വീഡിയോ എടുത്തോ. ഹായ് ഗൈസ്, ഇതൊരു വ്ളോഗാണ്. എൻ്റെ ചേച്ചി പ്രഭിതയുടെ ബ്രൈറ്റ് ടു ബി ആണ് ഇപ്പോൾ അവിടെ നടക്കാൻ പോകുന്നു. ഗൈസ് കാണിച്ചു തരാം. ഒന്നുകൂടെ ഓക്കെ. അതെ, വൈഫ് ചേച്ചി ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടല്ലോ എല്ലാവരും. നിങ്ങളിത് കണ്ടില്ലേ, ഞാൻ അവൾക്ക് വേണ്ടി എത്ര കഷ്ടപ്പെടുക എന്നുള്ളത്. അവളിതൊന്നും കാണുന്നില്ല. എനിവേയ്സ്, നമുക്ക് കഷ്ടപ്പെട്ടല്ലേ പറ്റുള്ളൂ അല്ലേ? എടുക്കെടുക്ക്
ഇതൊക്കെ പോന്നോ കുറച്ചേരം ഒരു മിനിറ്റ് ഇതിപ്പോ ഞങ്ങള് ട്രാൻസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഇത് നോക്കായിരുന്നു. അപ്പൊ നമ്മള് ഫസ്റ്റത്തെ ട്രാൻസിഷൻ നമ്മളുടെ ഈ ബ്രൈഡൽ ഷവറിന്റെ ഈ ഒരു ഔട്ട്ഫിറ്റിലും അതുപോലെ തന്നെ പിന്നെ നമ്മള് കല്യാണത്തിന്റെ അന്ന് നമ്മളെല്ലാരും സാരി ആയിരിക്കുന്നു അന്നും ഉള്ളതാണ് എടുക്കുന്നത്. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിംഗ് ആണ് എടുക്കുന്നത്. അപ്പൊ അതിന് കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ സ്റ്റെപ്സ് ഒക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്നിട്ട് ബ്രൈഡിനെ പറയാ ഇങ്ങനെ വേണ്ടല്ലോ അങ്ങനെ മതിയല്ലോ എന്നൊക്കെ ഉള്ളത് ബ്രൈഡും പറയാണ്. എല്ലാരും അവനവന്റെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതാണ് ഈ ഒരു ഡിസ്കഷൻ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ലൊക്കേഷൻ. ഇത് ബ്രൈഡിന്റെ വീടിന്റെ അടുത്ത് തന്നെ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ തൊട്ടടുത്ത് തന്നെ ബാക്കിൽ ബ്രൈഡിന്റെ വീടിന്റെ ബാക്കിലുള്ള സ്ഥലമാണ്. ഒരു പിക്നിക് വൈബ് ബ്രൈഡിനെ വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലം ചൂസ് ചെയ്തത്. അപ്പൊ ഇവിടുന്ന് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്ത് കേക്കൊക്കെ കട്ട് ചെയ്ത് അവിടെ തന്നെയാണ്. നമ്മൾ ഗ്ലാസ്സിലുള്ളത് ഷാംപെയിൻ ആണ് അല്ലാട്ടോ, അത് ഫിസ് ആണ്. ഷാംപെയിൻ നമ്മൾ വാങ്ങിയില്ല. നമ്മൾ ബ്രൈഡിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ ആ ഒരു BTS ആണ് ഷൂട്ട് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഒന്നും അറിയാത്ത ഇരിക്കുന്ന ഗൈസ് അവിടെ നോക്കൂ അങ്ങോട്ട്. അല്ല ഓൾ ഓപ്പൺ ചെയ്തോളൂ. നമ്മുടെ ക്യാമറാമാൻ ആണ് ശ്രീകുട്ടൻ രാഹുൽ. റോഹൻ ശ്രീകുട്ടൻ റോഹൻ അല്ല ശ്രീകുട്ടൻ റോഹൻ രാഹുല്. പാവം അവര് കഷ്ടപ്പെട്ടാണ് നമുക്ക് എല്ലാം എടുത്തായിരുന്നത്. അമ്മ അവിടെ നിന്ന് ഹായ് പറഞ്ഞേ. പറഞ്ഞോളൂ. ഇതല്ലാട്ടോ ഇതാണ് ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റ്. അവളുടെ 1 പീസിന്റെ ഒരു പോസ്റ്ററാണ് നമ്മൾ കൊടുത്തത്. അവൾ ആകെ ഇമോഷണലായി ഹാപ്പി ആയിട്ട് അവൾക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. അവള് ഇമോഷണൽ ആയി പോയി. പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്തു, അവൾ കേക്ക് കഴിച്ചു, നമ്മൾ കേക്ക് കഴിച്ചു. അങ്ങനെ എല്ലാം അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ചെയ്തു. അവൾ വിചാരിച്ച രീതിയിൽ അവളുടെ ബ്രൈഡൽ ഷവർ നടന്നു. നമ്മളും ഹാപ്പിയാണ്, അവളും ഹാപ്പിയാണ്. അങ്ങനെ ബ്രൈറ്റ് ടു ബി കഴിഞ്ഞിരിക്കുന്നു. ഭംഗിയായി നടന്നു. ഇനി തലയുടെ വെഡിങ്. അപ്പോ ഇവിടെ കഴിഞ്ഞിട്ടുള്ള വ്ലോഗ് അതുകൊണ്ട് അല്ല ഈ വ്ലോഗ് ഇവിടെ തീർന്നു. മറ്റൊക്കെ വേറെ വ്ലോഗായിട്ട് ക്ഷീണിച്ചു. അതെ അതുവരെ അതെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.